ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പലാസ പാൻറ്റിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിങ് വീഡിയോ ആട്ടോ. കട്ടിങ് വീഡിയോ കാണാത്തവരെല്ലാവരും കയറി കാണണേ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ആ തുണി രണ്ട് ഫോൾഡായിട്ടാണ് ഇരിക്കണം. അപ്പോൾ അത് നമ്മൾ നിവർത്തിയിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒപ്പത്തിനൊപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ താഴെ ഒരു സൈഡ് കർവ് ചെയ്താണ് വരച്ച് നിർത്തിയേക്കണം. അതിൻ്റെ ആ കർവിൻ്റെ ഒപ്പത്തിനൊപ്പം കർവോട് കവർ ചെയ്ത് വേണം നമ്മൾ തയ്ച്ച് നിർത്താനായിട്ട് കേട്ടോ. അതാണ് നമ്മുടെ സെൻറ്ററിൽ വന്ന ഭാഗമാണത്. അപ്പോൾ ആ സൈഡ് നമ്മൾ ആ വളച്ച് വെട്ടിയത് എവിടെയാണ് അവിടെ വരെ നമ്മൾ ആ സൈഡ് തയ്ച്ചു കൊടുക്കണം. തയ്ച്ചു കൊടുക്കുമ്പോൾ രണ്ട് സൈഡും കെട്ടിയിട്ട് വേണം തയ്ച്ചു കൊടുക്കാൻ. അത് മാത്രമല്ല ഡബിൾ സ്റ്റിച്ച് ചെയ്യാനും മറന്നു പോകരുത്. കാരണം ആ ഭാഗമൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഡബിൾ സ്റ്റിച്ച് വേണം ചെയ്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ രണ്ട് സൈഡും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാൻറ്റ് ഇപ്പോൾ ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇത് മുകളിൽ നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും വിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അടിഭാഗം മടക്കി അടിക്കുകയാണ്. കാലിൻ്റെ അടി നമ്മൾ മടക്കി അടിച്ചു കൊടുക്കണം. അപ്പോൾ കാലിൻ്റെ അടി മടക്കി അടിച്ചു കൊടുക്കുമ്പോൾ രണ്ട് സൈഡും ഒപ്പത്തിനൊപ്പം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അടയാളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മടക്കി അടിക്കേണ്ട എത്ര ഭാഗമാണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം അവിടെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ രണ്ട് കാലിനും കയറ്റിറക്കം വരാതെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. നമ്മൾ അടയാളം ഇട്ട് കൊടുക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് കയറ്റിറക്കം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സൈഡ് കൂട്ടിയടിക്കുമ്പോൾ ഒരു കാലിന് നീളം കൂടുതലും ഒരു കാലിന് നീളം കുറവുമായിട്ടും ഒക്കെ വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു അടയാളം ഇട്ട് കൊടുത്തതിന് ശേഷം അടി മടക്കി അടിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ കാലിൻ്റെ അടി മടക്കി അടിക്കേണ്ടത്, അതായത് ഒരു 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യത്തുമ്പ് എടുത്തിരിക്കുന്നത്. അത്രയും മതി നമുക്കത് മടക്കി അടിക്കാനായിട്ട്. അത് മാത്രമല്ല പിന്നെ ഒരു സ്റ്റിച്ചായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണുള്ളൂ. ഇപ്പുറത്തെ സൈഡ് നമ്മൾ പതിച്ചടിക്കണില്ല, ഒറ്റ സൈഡ് മാത്രമേ അടിക്കുന്നുള്ളൂ. രണ്ട് കാലും അപ്പം നമുക്ക് അതുപോലെ ഒന്ന് അടിഭാഗം ഒന്ന് തയ്ച്ചെടുക്കാം. നമ്മൾ രണ്ട് കാലിൻ്റെ അടി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് കൂട്ടണം. അപ്പോൾ സൈഡ് കൂട്ടുന്നതിന് മുമ്പായിട്ട് ഒരു കാലിൻ്റെ ഈ ഒരു തുടക്കം മുതൽ മറ്റേ കാലിൻ്റെ തുടക്കം വരെ നമ്മൾ ഇതുപോലെ ഒന്ന് തുണിയൊന്ന് പിടിച്ച് വെച്ച് നോക്കണം. കാരണം എവിടെയെങ്കിലും കയറ്റിറക്കം ഉണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പിടിച്ച് നോക്കണം. അതിന് ശേഷം വേണം തയ്ക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറ്റിറക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കയറ്റിറക്കം നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്യുന്നതിൻ്റെ അവിടെയായിട്ട് ഒരു ഞെറിവൊന്നും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ കാല് നമുക്ക് ആ കയറ്റിറക്കം ഇല്ലാതെ ഇരിക്കും. ആ ഞെറിവൊന്നും കാണില്ല, അതൊക്കെ തയ്യൽത്തുമ്പിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തോളും. നമ്മുടെ കാല് നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതുപോലെ നമുക്ക് ഈ താഴെ വരെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അതുപോലെ മാത്രമല്ല 2 സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഈ നടുക്ക് ആ സെൻറ്റർ ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അവിടെ സ്റ്റിച്ച് പൊട്ടിപ്പോകും. ഇനി നമുക്ക് നമ്മുടെ കാലിൻ്റെ അടിവണ്ണം ഒന്ന് എടുത്തു കൊടുക്കാം. ഞാനിപ്പോൾ സെമി പലാസയാണ് തയ്ച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 8 ഇഞ്ച് ആണ് അതിൻ്റെ അടിയിൽ വണ്ണം എടുത്തേക്കണം കേട്ടോ. ഇനി ഫുള്ള് വേണമെന്നുള്ളവർക്ക് ഫുള്ള് 10 ഇഞ്ച് എടുക്കാം, 12 ഇഞ്ച് എടുക്കാം, എന്തോരം വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ സെമി പലാസ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു 8, 8.5 അത്രയൊക്കെയാണ് ഞാൻ അടിവണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് ബാലൻസ് നമുക്ക് തയ്യൽ തുമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുകൾ ഭാഗം അടിക്കാൻ പോകുന്നത്. അപ്പം മുകൾ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെൻറ്ററിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. അതായത് ആ സ്റ്റിച്ച് ചെയ്തേക്കണ ഭാഗത്തിൽ നിന്ന് വേണം നമ്മൾ തയ്ച്ച് തുടങ്ങാനായിട്ട്. അത് മാത്രമല്ല നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് തന്നെ ഡബിൾ സ്റ്റിച്ച് ആദ്യം തന്നെ ചെയ്ത് കൊടുക്കരുത്. അതായത് ഒപ്പം തന്നെ ഒറ്റ വീതിക്ക് 3 ഇഞ്ച് ഒന്നിച്ച് മടക്കി അടിക്കരുത്. ആദ്യം ഒരു 4 ഇഞ്ച് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അതിനുശേഷം വേണം ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനായിട്ട്. കാരണം ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് 4 ഇഞ്ചൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. സെൻറ്ററിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. ഇതാട്ടോ നമ്മുടെ ഇലാസ്റ്റിക്. ഞാൻ 1.5 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇലാസ്റ്റിക് ഇനി നമുക്ക് എത്രയാണ് നമ്മുടെ വണ്ണം വേണ്ടത് അതിൽ നിന്നും 4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ എൻ്റെ വണ്ണം എന്ന് പറഞ്ഞത് 34 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 30 ഇഞ്ചാണ് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ 30 ഇഞ്ചിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കൂടി കൂടുതൽ ഞാൻ കട്ട് ചെയ്യേണ്ടത്. അത് നമുക്ക് ഇലാസ്റ്റിക് 2 തുമ്പ് കൂട്ടി അടിക്കാനുള്ള തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഞാൻ 30.5 ഇഞ്ച് ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വലിച്ചാണ് നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് വലിക്കുമ്പോൾ ഇത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്കൊരു പിന്ന് വെച്ച് കുത്തി കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇലാസ്റ്റിക് ഇങ്ങനെ വെച്ചിട്ട് തുണി ഇങ്ങനെ മടക്കി കൊടുക്കണം. അതിനുശേഷം തയ്യൽ തുമ്പ് കറക്റ്റ് വരാൻ പാകത്തിന് മാത്രമാണ് തുണി മടക്കി കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിവിടെ പാൻറ്റിൻ്റെ ഇറക്കം കുറഞ്ഞു പോകും. നമ്മൾ 3 ഇഞ്ചാണ് മടക്കി അടിക്കാനുള്ള വീതി ഇട്ടേക്കുന്നത്. അപ്പോൾ
ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഒരു സ്റ്റിച്ച് വരാനുള്ള അത്രയും സ്ഥലം മതി, അത്രയും ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ തുണിയും ഇലാസ്റ്റിക്കും കൂടി കൂട്ടി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക് വലിച്ചു കഴിഞ്ഞാൽ ഇലാസ്റ്റിക് നമ്മുടെ കൂടെ പോരില്ല. മറ്റേത് പിൻ ചെയ്യാതിരുന്നാൽ നമ്മൾ ഇലാസ്റ്റിക് വലിക്കുമ്പോൾ ഇലാസ്റ്റിക് നമ്മുടെ കൂടെ പോരുകയും ചെയ്യും, സ്റ്റിച്ച് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇലാസ്റ്റിക്കിൽ കയറരുത്. ഇലാസ്റ്റിക്കിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ താഴോട്ട് ഇലാസ്റ്റിക് വലിക്കുമ്പോൾ ഇലാസ്റ്റിക് വരില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് തയ്ച്ച് തീർന്നതിന് ഒരു 3 ഇഞ്ച് മുമ്പായിട്ട് നമ്മളൊന്ന് തയ്ച്ച് നിർത്തിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് കൂട്ടി തയ്ക്കണം. ഇനി ഇലാസ്റ്റിക് കൂട്ടി തയ്ച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളത് തയ്ച്ച് ഫിനിഷ് ചെയ്യുന്നത്. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇലാസ്റ്റിക് കൂട്ടി തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി നമുക്കിന്ന് ഇലാസ്റ്റിക് കൂട്ടി തയ്ക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ണവും കാര്യങ്ങളും കറക്റ്റാണെന്ന് നോക്കണം. പിന്നെ ഈ ഇലാസ്റ്റിക് ആ തുണിയുടെ എല്ലാ സൈഡിലേക്കും ഒന്ന് വരുത്തി കൊടുക്കണം. ഇപ്പോൾ ഒരു സ്ഥലമൊക്കെ കട്ടൗത്തിയായിരിക്കും ഇരിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ച് റെഡിയാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ വണ്ണം നോക്കണം. ഇപ്പോൾ വണ്ണം ഇവിടെ കൂടുതലുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് കുറച്ചുകൂടി കയറ്റി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വണ്ണം കുറവായി കിട്ടും. ഇനിയിപ്പോൾ വണ്ണം കുറവാണ്, ഇലാസ്റ്റിക് തികയില്ല, ഇച്ചിരി ഇലാസ്റ്റിക് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് 2 ഇഞ്ചും കൂടിയും ഇലാസ്റ്റിക് കട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചതിന് ശേഷം കൂട്ടിയടിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മളിതെല്ലാ സ്ഥലത്തേക്കും വെച്ച് കൊടുത്തതിന് ശേഷം വേണം ഇലാസ്റ്റിക് ഇതുപോലെ കൂട്ടിയടിക്കാനായിട്ട്. കൂട്ടിയടിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് അയക്കേണ്ടി വരും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം ഇനി നമുക്ക് ബാക്കിയുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് തയ്ച്ചു കൊടുക്കാം. നമ്മളൊരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടായിരുന്നല്ലോ നിർത്തിയത്, ആ ഗ്യാപ്പ് നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക്കും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാൻറ് ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഈ ഇലാസ്റ്റിക് മറിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ആ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 2 സൈഡും വലിച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇങ്ങനെ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കിടെ ഈ ഇലാസ്റ്റിക് പിരിഞ്ഞു പോകാതെ ഇരിക്കും. മറ്റേത് നമുക്ക് ഇലാസ്റ്റിക് പിരിഞ്ഞു പോയിട്ട് വയറിന് ഭയങ്കര അസ്വസ്ഥതയൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചിങ് കൂടി കൊടുത്തപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് ഒരു ഫിനിഷിങ് ആയി നല്ലൊരു ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു വള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വള്ളി ഇവിടെ ചുമ്മാ ഒരു കത്രിക വെച്ചൊരു വെട്ടിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് വള്ളി ഞാൻ കയറ്റി കൊടുത്തിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഇനി ഇലാസ്റ്റിക് എങ്ങാനും വലിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വള്ളി ഇട്ട് കൊടുക്കുവാനും വള്ളി വെച്ച് കെട്ടാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പലാസ പാൻ്റ് അടിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.